ഇന്നത്തെ എന്റെ ചർച്ചാ വിഷയം നേത്രദാനത്തെക്കുറിച്ചാണ്. 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ആർക്ക് വേണമെങ്കിലും നേത്രദാനം നടത്താം. അവരവരുടെ മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും പൂർണ്ണ പിന്തുണ ഇതിനാവശ്യമാണ്. അതുപോലെ കണ്ണട ഉപയോഗിക്കുന്നവർ, പ്രമേഹ രോഗികൾ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ ഇവർക്കെല്ലാം നേത്രദാനം നടത്താവുന്നതാണ്. എന്നാൽ മരണകാരണം വ്യക്തമാകാത്ത ആളുകൾ, മഞ്ഞപ്പിത്തം, റാബീസ്, എയ്ഡ്സ്, രക്തത്തിൽ അണുബാധ എന്നിവ ബാധിച്ച് മരിച്ച ആളുകൾക്കൊന്നും നേത്രദാനം നടത്താൻ സാധ്യമല്ല. ഒരാൾ മരിച്ച് 6 മണിക്കൂറിനുള്ളിൽ അയാളിൽ നിന്നും കണ്ണെടുത്തു മാറ്റേണ്ടതാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള നേത്രബാങ്കുമായി ബന്ധപ്പെടണം. അതോടൊപ്പം മരിച്ച ആളുടെ കണ്ണിന് ഈർപ്പം തട്ടുന്ന രീതിയിൽ കണ്ണിന് മുകളിൽ തുണി നനച്ചിടുക. ഇൻഫെക്ഷൻ ഒഴിവാക്കാനായി കണ്ണിൽ ആന്റിബയോട്ടിക് ഐ ഡ്രോപ്സ് ഉപയോഗിക്കാം. കൂടാതെ ഫാൻ കണ്ണിന് നേരെ മുകളിൽ വരുന്നത് ഒഴിവാക്കണം. തല അല്പം ഉയർത്തിവെക്കുന്നത് ബ്ലീഡിംഗ് ഒഴിവാക്കാൻ സഹായിക്കും. 90% ഐ ഡൊണേഷൻ അല്ലെങ്കിൽ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയകൾ വിജയകരമായാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷനിൽ രോഗിയുടെ കണ്ണിന്റെ കോർണിയ എന്ന ഭാഗം എടുത്തു മാറ്റി പകരം ധാതാവിന്റെ കോർണിയ രോഗിക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണിന്റെ മറ്റു ഭാഗങ്ങൾ സാധാരണ മാറ്റിവെക്കാറില്ല. റെറ്റിനൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ നെർവ് ഡിസീസ് കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ട ആൾക്കും നേത്രദാനം നടത്താവുന്നതാണ്. എന്നാൽ ഈ രോഗികളുടെ കണ്ണിന്റെ കോർണിയയ്ക്ക് യാതൊരു അസുഖവും ഉണ്ടാവില്ല. കോർണിയ ക്ലിയർ ആയിരിക്കും. ജീവിച്ചിരിക്കുന്ന ആൾക്ക് നേത്രദാനം ചെയ്യുക സാധ്യമല്ല. ഇതുപോലെ